നമ്മുടെ സൈബർ സഖാക്കളൊക്കെ ആകെ സങ്കടത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ മൊയിലാളിമാരൊക്കെ കൂടി നമ്മുടെ കടന്നൽ കൂട്ടത്തിന് കറിവേപ്പിലാക്കി കളഞ്ഞില്ലേ. കൊമ്രേഡ്സിന് വേണ്ടി എന്തോരം ക്യാപ്സ്യൂൾ ഇറക്കിയതാ, ഒക്കെ ബൂമറാങ് പോലെ തിരിച്ചടിച്ചില്ലേ പാവം പോരാളികള്. ഇന്നലെ വരെ എന്തായിരുന്നു നമ്മുടെ കൊമ്രേഡ്സും പോരാളി ഷാജിമാരും തമ്മിലുള്ള ആ ഒരു ബന്ധം? ഞങ്ങളുടെ കടന്നൽ കൂട്ടം എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് നടക്കായിരുന്നില്ലേ നമ്മുടെ നേതാക്കള്? അത് എത്രയോ നല്ല, ഞാൻ പറഞ്ഞില്ലേ, കടന്നലുകൾ പോലെ രംഗത്ത് വന്ന് പ്രതിരോധിച്ച ആ പ്രവർത്തനം എങ്ങനെയാ നമുക്ക് മറക്കാൻ പറ്റുക? കോവിഡ് കാലത്ത് അത്ര നല്ല പ്രവർത്തനമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. നമ്മുടെ തന്നെ അനുഭാവികളും പ്രവർത്തകരും അടക്കം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിട്ടുള്ള പ്രവർത്തനം പ്രത്യേകം ശ്ലാഘിക്കേണ്ടതാണല്ലോ, അതിലൊന്നും തർക്കമില്ല. പക്ഷെ പെട്ടെന്നാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. ഇത്തവണയും കനലൊരു തരിയാണെന്ന് അറിഞ്ഞതും നമ്മുടെ ജയരാജേട്ടന്റെ കിളി പോയി ഗൈസ്. കടന്നൽ കൂട്ടത്തിന് ഇടം വലം നോക്കാതെ തള്ളി പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം, മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി, അങ്ങനെ നമ്മുടെ സൈബർ പോരാളികളെയൊക്കെ ജയരാജൻ സഖാവ് നിഷ്കരുണം തള്ളി പറഞ്ഞിരിക്കുന്നു. അവരെയൊക്കെ ആരോ വിലക്ക് വാങ്ങി. അങ്ങനെ അവരിട്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇത്രയും വലിയ തോൽവി ഉണ്ടായതെന്നാണ് ജയരാജൻ സഖാവ് പറയണത്. സഖാവ് എന്തൊക്കെയാണ് ഈ പറയണത്? ഇത് നമ്മുടെ പോരാളി ഷാജിയാണ്, മറന്നോ എല്ലാം? ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചാരണം നടത്തുന്ന അതേ പോരാളി ഷാജി. ഇല്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ജയരാജൻ സഖാവ് ആകെ മാറിയിരിക്കണു. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര. ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിന് അനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. അത്തരം ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ, ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ, ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ്. ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത്, പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ, CPM വിരുദ്ധ പോസ്റ്റുകളാണ്. ഓഹോ, ജയരാജൻ സഖാവ് അത്രയ്ക്കായോ? എന്നാ അതൊന്ന് കാണണല്ലോ എന്ന് പോരാളി ഷാജി. അങ്ങാടി തോറ്റതിനെ അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്ന് പോരാളി ഒരു ദയവും ഇല്ലാണ്ട് ജയരാജൻ സഖാവിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹേയ് പോരാളി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഗുരുസ്ഥാനീയനല്ലേ ജയരാജൻ സഖാവ്? നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം എന്നാണ് പോരാളി ഷാജിയുടെ മുന്നറിയിപ്പ്. അങ്ങനെ പോരാളി ഷാജിയും കോമ്രേഡ്സും തമ്മിലുണ്ടായ ബന്ധത്തിൽ വിള്ളൽ വന്നിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം. എന്താണ് സഖാവ് അങ്ങനെ ഒരു ടോക്ക്? ഇത്ര നാളും നിങ്ങൾക്ക് ഈ പോരാളി ഷാജി ആരാണെന്നോ അല്ലെങ്കിൽ അതിന്റെ അഡ്മിൻ ആരാണെന്നോ ഒന്നും അറിയേണ്ടിയിരുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിപ്പോ തരം മാറിയല്ലേ? ആരാണെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ? അറിയില്ല. 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 തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചത് കൊണ്ടാണ് ഇടതുപക്ഷം തോറ്റതെന്ന് പോരാളി ഷാജി പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞുകൊണ്ടോ ഒന്നും അല്ലാട്ടോ ജയരാജൻ സഖാവ് ഇപ്പോൾ അഡ്മിനെ തേടി ഇറങ്ങിയിരിക്കുന്നത്. പോരാളി ഷാജിമാർ നാടിന് ആപത്തോ എന്നുള്ളതാണ് ജയരാജൻ സഖാവിന്റെ ടെൻഷൻ. അത് യഥാർത്ഥ പോരാളി ഷാജിയാണ്. അതെ, അത് ആര്? ഷാജി ആര്? കുന്നോത്തുപറമ്പ് ഷാജിയാണോ? അല്ല, തൃശ്ശൂരിലെ അയ്യത്തോട് ഷാജിയാണോ? ആര്? ഏതാണ്ട് ഷാജി ആരായാലും നേർക്ക് നേരെ വാടാന്നാണ് ജയരാജൻ സഖാവ് പറയണത്. ജയരാജൻ സഖാവിന് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ജയരാജൻ സഖാവിന്റെ ഫോളോവേഴ്സ് എത്രയാ? 66,000. CPM സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഫോളോവേഴ്സ് എത്രയാ?
7.25 ലക്ഷത്തിനടുത്ത്. ഈ പോരാളി ഷാജിയുടെ ഫോളോവേഴ്സ് എത്രയാ? 8.25 ലക്ഷം. അതെങ്ങനെ ശരിയാവും? രാജാവിനേക്കാൾ വലിയ വൃത്തനോ? നടക്കില്ല മോനെ. അതുകൊണ്ട് അന്നത്തെ ആ പ്രതികരണത്തിൽ ഞാൻ തെറ്റുകൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ കണ്ടാൽ ഉടൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ തെറ്റിനെ തെറ്റായി കാണണം. പിന്നെ ഇടതു വിരുദ്ധമായ എന്തെങ്കിലും പോസ്റ്റുകൾ വന്നാൽ അത് ഇടതു വിരുദ്ധ പോസ്റ്റാണെന്ന് കണ്ടെത്തണം. ഇതേ ഞാൻ പറഞ്ഞത്. അല്ല സഖാവേ, ഇടത് വിരുദ്ധ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വിമർശനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്തിനാ പറഞ്ഞു വരുന്നത് ആരും വിമർശിക്കാൻ പാടില്ല എന്നാണോ? സർക്കാരിനെ വിമർശിക്കാം. CPIM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സഖാക്കളും നയിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ആ സഖാവ് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിലുണ്ടെങ്കിൽ ആ സഖാവ് ഘടകത്തിലാണ് അത് ഉന്നയിക്കേണ്ടത്. കേട്ടല്ലോ, പാർട്ടിനെ വിമർശിക്കാൻ പാടില്ല. ഇനി അഥവാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടി യോഗത്തിലോ മറ്റോ വന്ന് സ്വകാര്യമായിട്ട് പറയണം. അല്ലെങ്കിൽ ഇവിടെ കോംറേഡ്സിന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. എന്നാലും പോരാളി ഷാജിയുടെ അവസ്ഥ. കാര്യം കഴിഞ്ഞപ്പോൾ നേതാക്കൾ എന്നെ തള്ളി പറഞ്ഞില്ലേ, കാഫിർ സ്ക്രീൻഷോട്ട് വിഷയമൊക്കെ ഉണ്ടായപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്നതല്ലേ പോരാളി. അവിടെയും പണി കിട്ടി. ഹൈ, ആ പോസ്റ്റ് പ്രചരിപ്പിച്ചത് യൂത്ത് ലീഗ് പ്രവർത്തകനല്ല എന്നല്ലേ ഇപ്പൊ പോലീസ് പറയണത്. വ്യാജ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ട പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ പ്രൊഫൈലുകൾക്കെതിരെ പോലീസ് അന്വേഷണം നടത്താൻ പോവാണ്. പോരാളി ഷാജി ഏട്ടാ, യു ആർ ട്രാപ്ഡ്. ഇടതുപക്ഷത്തിന്റെ പരാജയ കാരണങ്ങളിലൊന്ന് പിണറായി വിജയന്റെ ധാർഷ്ട്യാണെന്നാണ് CPI-യുടെ അഭിപ്രായം. പിണറായി വിജയനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ പഴി പോരാളി ഷാജിക്കെങ്കിൽ പോരാളി ഷാജിക്ക്. അത്രയും കാലം കൊണ്ട് നടന്നിട്ട് അതിനെ ബലിയാടാക്കിയല്ലോ. ഷോ ഷാഡ്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.